ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ പുതിയതായിട്ട് ഇങ്ങോട്ട് UK വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈയിടെ ഇവിടെ കുറേ റൈറ്റും കാര്യങ്ങളും ലഹളകളെല്ലാം നടന്നല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ശരിക്കും രണ്ട് തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആൾക്കാർക്ക്. ഒന്ന്, ഇമിഗ്രൻസിനോട് എതിരായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഇമിഗ്രൻസിന് അനുകൂലം എന്ന് പറഞ്ഞാലും അവർ നമ്മളെ എതിർക്കുന്നില്ല, നമ്മളെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള രീതിയിൽ. അല്ലാതെ നമ്മളെ ഒരു വാം വെൽക്കം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും സേഫായിട്ടുള്ള അക്കോമഡേഷനിൽ ആയിരിക്കാൻ എപ്പോഴും നോക്കണം. സേഫായിട്ടുള്ള അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടെ നോക്കണമല്ലോ. അപ്പോൾ എക്സ്പെൻസ് നോക്കുമ്പോൾ നല്ല എക്സ്പെൻസായി. ഇപ്പം ഒരു വീടൊന്നും തന്നെ ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പലരും കൂടിയുള്ള, അല്ലെ നമ്മുടെ കൂട്ടുകാരാരെങ്കിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ അല്ലെ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് പരിചയപ്പെട്ടിട്ട് ആൾക്കാരാണെങ്കിലും നമ്മൾ ആൾക്കാരെ എങ്ങനെയുള്ള നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ കൂടെ കൂടി ഷെയർഡ് ഹൗസൊക്കെ എടുക്കാം. അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും താമസിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ അവരുടെ വീട്ടിൽ തന്നെ ഒരു സബ്ലെറ്റ് ചെയ്യുന്നവരുണ്ട്. സബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റൂം എംറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണേൽ നിങ്ങളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവിടെ താമസിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമേ. അപ്പോൾ ഈ റെൻറ്റ് മാത്രമല്ല, പല ബില്ലുകളും വരും. അപ്പോൾ നല്ലൊരു തുകയാകും. അതായത് കൗൺസിൽ ടാക്സ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, പിന്നെ വാട്ടർ ബില്ല്, അങ്ങനെയുള്ള പല ബില്ലുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലവാകും. അപ്പം വരുന്ന സമയത്തൊന്നും സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനൊക്കെ നല്ല താമസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം കുറച്ച് പൈസ നിങ്ങൾ കൈ കരുത്തിക്കൊണ്ട് വേണം കേട്ടോ വരാൻ. അല്ലെ ഇവിടെ വന്നു കഴിയുമ്പം ബുദ്ധിമുട്ടും. ഇപ്പം വന്നു കഴിഞ്ഞ് ഉടനെ തന്നെയൊന്നും പാർട്ട് ടൈം ജോബൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇമിഗ്രൻസിനെയൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മളോടൊരു ഫേവറായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കൂടുതലായിട്ടും നമുക്ക് ഒരു ജോലി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളിടത്തൊക്കെ. അല്ലാതെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇപ്പം ഇങ്ങനത്തെ ലഹളയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അതും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറ്റുന്ന മാക്സിമം ചിലവ് ചുരുക്കി ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ മെയിൻ സിറ്റിയിലോട്ട്, ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തൊന്നും താമസിച്ചില്ലെങ്കിലും നമുക്ക് ഒത്തിരി ദൂരോട്ടും പോകാതെ നമുക്കൊരു ചെറിയൊരു ട്രാവലിങ്ങോടുകൂടി എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തൊക്കെ അക്കോമഡേഷൻ എടുക്കാൻ നോക്കണം. ഒത്തിരി ദൂരോട്ടൊക്കെ പോയി താമസിച്ചാലും നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഒത്തിരി ആകും. അപ്പം അങ്ങനെ എന്നാൽ യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് തന്നെ ഉള്ള വീടുകൾക്കൊക്കെ ഒത്തിരി റെൻറ്റും കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വീട്ടിലായിട്ടുള്ള അങ്ങനെയുള്ള ഏരിയയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്കോമഡേഷന്. അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീടൊക്കെ നല്ലപോലെ ക്ലീനാക്കി, അത് ലാൻഡ് ലോഡൊക്കെ വന്ന് നോക്കുമ്പോൾ അവർ വീടൊക്കെ നല്ലപോലെ കീപ്പ് ചെയ്യുന്നവരാണ്. അവർക്ക് സന്തോഷം തോന്നും. അവരത് നമുക്ക് നീട്ടിയൊക്കെ തരല്ലേ. നമ്മൾ അവരുടെ വീടൊക്കെ വൃത്തികേടാക്കി അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റുന്നത്ര നേരത്തെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കും. ഇപ്പം ഇതിപ്പം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണെങ്കിലും നമ്മുടെ സ്വന്തം വീട് പോലെ കണക്കാക്കി അത് വൃത്തിയാക്കി നല്ല രീതിയിലൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കിച്ചണൊക്കെ ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയാക്കി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഉള്ള ആൾക്കാരൊക്കെ നടക്കുന്ന പബ്ലിക് പ്ലേസിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണേ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് ഉടനെയൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രാക്ടീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഉടനെ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരത്തില്ല. അപ്പോൾ ഇവിടെ ഏത് നിസ്സാര കാര്യത്തിന് ഇപ്പം ചെറിയൊരു കാര്യം ചെയ്താലും നമ്മൾ താങ്ക് യു പറയുവേ. അത് ഇവിടുത്തെ ഇംഗ്ലീഷുകാരങ്ങനെയാണ്. നമ്മളോടാണേലും താങ്ക് യു, സോറി, എക്സ്ക്യൂസ് മീ ഒക്കെ പറയാം. അല്ല അങ്ങനെയൊക്കെ പറയാതെ നമ്മൾ ഇടിച്ച് കയറിയൊക്കെ, ഇപ്പോൾ നമ്മളൊരാളവിടെ നിൽക്കുവാണെങ്കിൽ അയാളെ ഇടിച്ച് കയറി മുന്നോട്ട് പോയി അങ്ങനെയൊക്കെ പോയാൽ അത് റൂഡായിട്ടാണ് കാണുന്നത്. നമ്മൾ എക്സ്ക്യൂസ് മീ ഒക്കെ പറഞ്ഞിട്ട് വേണം. അല്ല ഒരാൾ നമുക്ക് പോയിട്ട് ഒന്ന് വഴി ഒതുങ്ങി തരുവാണ്, അപ്പോൾ താങ്ക് യു അങ്ങനെയൊക്കെ പറയണം.
നമ്മളൊരു ബസ്സിൽ ഇപ്പം കയറാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്യൂ പാലിക്കണം. അതായത് ഇപ്പം കുറച്ച് പേര് നമ്മൾ ആദ്യം വന്നവർ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ അവർ കയറി കഴിഞ്ഞിട്ടേ നമ്മൾ കയറാവുള്ളൂ. അതൊന്നും ഇവിടെ ആരും പറഞ്ഞു തരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആദ്യം വന്നവർ ആദ്യം ബസ്സിൽ കയറുക. ബസ്സിലോ ട്രെയിനിലോ എവിടെയാണെങ്കിലും അങ്ങനെയാണ് ക്യൂ പാലിക്കണം നമ്മൾ. നമ്മുടെ ടേൺ ആകുമ്പോഴേ നമുക്ക് ഏത് കാര്യത്തിനും നമ്മുടെ ടേൺ ആകുന്നതിന് വരെ നമ്മൾ കാത്തു നിൽക്കണം. നമ്മൾ ഇടിച്ചു കയറി നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഇടിച്ചു കയറിയൊന്നും പോവുക, ഒരാളെ തട്ടിയിട്ടിട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ബസ്സിൽ കയറുമ്പോഴും ട്രെയിനിൽ കയറുമ്പോഴും അതുപോലെ പബ്ലിക് പ്ലേസിൽ ഓരോ ബാങ്കിൽ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്ക് ചെന്നാലും നമ്മൾ അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ക്യൂ പാലിക്കണേ. അതൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ പബ്ലിക് പ്ലേസിലൊക്കെ ഇപ്പം പുതിയൊരു ട്രെൻഡ് ഇങ്ങനെ പുതിയ പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. റീൽസ് എടുക്കാനൊക്കെ റോഡിനകത്ത് നടുക്ക് ഇറങ്ങി നിന്ന് റീൽസ് എടുക്കുക. അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിലൊക്കെ കൂട്ടം കൂടുന്ന നമ്മുടെ മലയാളം സംസാരിക്കുക. അതായത് വളരെ ഉച്ചത്തിലൊക്കെ ഇവിടുത്തുകാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുക. ഇതൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർക്കൊക്കെ നമ്മളോട് ദേഷ്യം വരും അങ്ങനെ കാണിക്കുമ്പോൾ. ഇപ്പം നമ്മളാണേലും നമ്മുടെ നാട്ടിൽ ഈ ബംഗാളികളൊക്കെ വന്ന് വെച്ചിട്ട് കൂട്ടം കൂടുന്ന ഇങ്ങനെ ഒച്ചയിടുകയും ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുമ്പം നമ്മൾ കുറച്ച് പേര് അവിടെ ഉള്ളെങ്കിൽ നമുക്ക് അവരുടെ മേലെ ഒരു അസഹിഷ്ണുത ഉണ്ടാവും അല്ലേ. നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരും, അവരോടൊരു ഇറിറ്റേഷൻ വരും. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിവിടെ വന്നു കഴിയുമ്പം നമ്മൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ നമ്മളത് കൺസിഡർ ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യും, അങ്ങനെയുള്ള ആ രീതി വന്നു കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളോട് എതിർപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സേഫ്റ്റി, ഇപ്പോൾ UK ആണെങ്കിലും കംപ്ലീറ്റ് നമ്മൾ ഇവിടെയുണ്ട് കള്ളന്മാരുണ്ട്, മോഷണമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് സേഫ് അല്ല. നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെയാണ് അല്ലേ. നമ്മൾ കംപ്ലീറ്റ് സേഫാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. ഇപ്പം നമ്മളൊരിടത്ത് യാത്ര ചെയ്യുവാണെങ്കിൽ പോക്കറ്റടി ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരാതെ നമ്മുടെ പേഴ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും ഭദ്രമായിട്ട് സൂക്ഷിച്ചു കൊണ്ടുവേണം പോകാൻ. ഇപ്പോൾ ബാങ്കിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ബാങ്കിൻ്റെ വെളിയിലൊക്കെ അല്ലെങ്കിൽ ഈ ATM ഒക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് പൈസയൊക്കെ എടുക്കുവാണേലും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പൈസ അതുപോലെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ എടുത്ത് നമ്മുടെ ഇവിടെ. അതുകൊണ്ട് അത്യാവശ്യമില്ലാതെ ആൾക്കാരൊന്നും ഒത്തിരി പൈസയൊന്നും എടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് നടക്കത്തില്ല. അവർ ബാങ്കുകാരുടെ ഇപ്പം നാട്ടിലും കുറേയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. എന്നാലും നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബാങ്കിൽ ATMയിൽ ചെന്ന് കഴിയുമ്പം പല രീതിയിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പിന്നൊക്കെ അറിയത്തില്ലാത്ത രീതിയിൽ, അവർക്ക് മനസ്സിലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. അതൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന ഉടനെ ഇപ്പം ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും, അതായത് മദ്യത്തിനൊന്നും ഒരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഏത് കടയിൽ ചെന്നാലും ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും അവിടെ മദ്യമൊക്കെ ഇരിക്കണം, അത് വാങ്ങാം. പക്ഷേ അത് നമുക്കുള്ള ഒരു അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ മദ്യം മേടിക്കാൻ പ്രത്യേക ഷോപ്പിലൊക്കെ പോയി അവരുടെ മദ്യം കിട്ടുന്ന ഷോപ്പിലൊക്കെ പോയി ക്യൂ നിന്നൊക്കെ മേടിക്കണമല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രീ ആയിട്ട് ചെല്ലുക, നമുക്ക് വേണ്ട സാധനം എടുക്കുക, മേടിക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തോന്നും. അങ്ങനെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളിലേക്കൊന്നും പോകാതെ നമ്മളിവിടെ എന്തിനാണ് വന്നത്, പഠിക്കാനാണെന്ന് വന്നത്. നമ്മളപ്പം നമ്മുടെ ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ദുശീലങ്ങളിലേക്ക് കൂടി വലി അങ്ങനെയുള്ള ദുശീലങ്ങളിലേക്കൊക്കെ പോകാതെ, അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നവരുടെയൊക്കെ കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോകാതെയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത്, നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഓർത്ത് നന്നായിട്ട് പഠിച്ച് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വന്നാലും ഇപ്പോൾ 20 hours അല്ലേ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൃത്യം ആ 20 hours നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്.
അവരിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയുള്ള നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ യൂണിവേഴ്സിറ്റി കൃത്യമായി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ എക്സാം പാസ്സായാൽ മാത്രമേ PSW ഒക്കെ കിട്ടുള്ളൂ. ഇപ്പം 2 ഇയേഴ്സ് ഇപ്പോഴും PSW കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. അതിനൊക്കെ പ്രത്യേക നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം. യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ചെന്നിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്, പാസ്സായോ അതെല്ലാം നോക്കുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അമിതമായിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകാതെ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെ അത് ദോഷകരമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പിന്നെ വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പം നാട്ടിൽ നിന്ന് പൈസയൊക്കെ കടമെടുത്ത് വരുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ 20 hours വർക്ക് ചെയ്യുന്ന കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് നാട്ടിൽ ഒരിക്കലും ഇവിടെ ഒരിക്കലും നമുക്ക് ട്യൂഷൻ ഫീയും കൊടുത്ത് നമ്മുടെ എക്സ്പെൻസും എൻ്റെ എല്ലാം മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതായത് നമ്മുടെ അക്കോമഡേഷനുണ്ട്, ഫുഡുണ്ട്, ഡ്രസ്സുകൾ, ട്രാവല്, പിന്നെ എന്നാ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ മീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നാട്ടിൽ ഇപ്പം വളരെ ഒരു വലിയ തുകയൊന്നും എടുത്ത് ഇങ്ങോട്ട് വന്നാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വളരെ വലിയ തുക ലോണൊക്കെ എടുത്ത് വരുന്നവരുണ്ട്, കിടപ്പാടമൊക്കെ പണയം വെച്ചൊക്കെ വരുന്നവരുണ്ട്. നമ്മുടെ കയ്യിൽ ഇച്ചിരി സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഫീസ് കൊടുക്കാനുള്ളതിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് പഠിച്ചു പോകാം. അല്ലാത്ത സ്റ്റുഡൻസ് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആണ് അവർക്ക് നാട്ടിലെ കടത്തിൻ്റെ പലിശ പോലും കൊടുക്കാൻ പറ്റാതെയാണ് അവർ വിഷമിച്ചേക്കുന്നത്. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്വസ്ഥവും സുഖമായിട്ട് ജീവിക്കാൻ പോലും അവർക്ക് ഇവിടെ പറ്റുന്നില്ല ഈ പഠനകാലത്ത്. അപ്പം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പൈസയൊന്നും കൊണ്ടുവരാൻ ഇല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് വലിയ റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള സമയത്ത് അവർ പാർട്ട് ടൈം ജോലി കിട്ടാൻ പോലും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുമായിരിക്കും. കാരണം ഇപ്പം ജോലിയൊക്കെ നമ്മുടെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു എല്ലാ ഷിഫ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അത് ഒരു കാര്യം അവർക്കൊരു ജോലി കിട്ടുന്നതിന് തടസ്സമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ വരുമ്പോഴേ ഏജൻസികളൊക്കെ പറയുന്ന പോലെ വരുമ്പോഴേ പാർട്ട് ടൈം ജോലി കിട്ടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ കരുതിക്കൊണ്ടും വരണം. അതുപോലെ ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഒരു ഭീമമായ തുക കടമെടുത്തിട്ടൊന്നും വരാതിരിക്കുക. ഇപ്പം കുറച്ച് സേവിങ്സ് ഒക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ പഠിച്ചിട്ട് പിന്നെ ഒരു ജോലിയിലേക്ക് കയറാം. പിന്നെ ഇപ്പം ഡിപ്പെൻഡൻസിനെ ഒന്നും കൊണ്ടിരുത്തുമില്ല. പിന്നെ ഈ പോസ്റ്റ് സ്റ്റഡി വിസയുടെ സമയത്ത് 2 വർഷം ഉണ്ട്. ആ സമയം കൊണ്ട് എവിടെയെങ്കിലും വർക്ക് പെർമിറ്റ് മേടിക്കുവാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇവിടെ വർക്ക് പെർമിറ്റ് പിന്നെ മേടിക്കണമെങ്കിലും ഏജൻസി ത്രൂ അല്ലാതെ ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ ലക്ഷങ്ങൾ പിന്നെയും നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ഉള്ള പൈസ വേണം. അപ്പോൾ ഇവിടെ നിന്ന് സേവ് ചെയ്തിട്ട് അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ കുട്ടികളൊക്കെ എത്തിപ്പെടുന്നത്. നാട്ടിൽ നിന്ന് എടുത്ത കടത്തിൻ്റെ ലോൺ പലിശ അടയ്ക്കാനൊക്കെ ആയിട്ട് കുറേ, പിന്നെ നാട്ടിലെ ചിലവിന് ഇതിനൊക്കെ ആയിട്ട് കുറേയെങ്കിലും അവർ അയച്ചു കൊടുക്കും. പിന്നെ ഇവിടുത്തെ ചിലവ്, കാര്യങ്ങൾ, ഫീസ് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അവരുടെ കയ്യിൽ മിച്ചം ഒന്നും കാണത്തില്ല. പിന്നെ എങ്ങനെയാണ് 8, 10, 12 ഒക്കെ 15 ഒക്കെ ലക്ഷങ്ങളാണ് പിന്നെ ഇവർ മേടിക്കുന്ന ഏജൻസികൾ. അപ്പോൾ അത് അങ്ങനെ പിന്നെയും വർക്ക് പെർമിറ്റ് കിട്ടാൻ പോലും മേടിച്ചെടുക്കാനും ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം മനസ്സിൽ കരുതിക്കൊണ്ട് പേരൻസും ഇത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ബാധ്യത എടുത്തു വെക്കാതിരിക്കുകയാണ് നല്ലത്. അതിലും ഭേദം നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് തൽക്കാലം വലിയധികം പൈസ കിട്ടിയില്ലെങ്കിലും വല്ല ജോലിക്കൊക്കെ കയറി കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒരു വർഷത്തെ ഫീസ് കൊടുക്കാനെങ്കിലും ഉള്ളതില്ലെങ്കിൽ, പൈസ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും വരണം, പിന്നെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള ചിന്താഗതിയുണ്ട്. പക്ഷേ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനീ പറയുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇവിടെ അറിയുന്നവരുണ്ട്, അവരുടെ ഫാമിലിയോ ഉണ്ടോ സഹായിക്കാനൊക്കെ ഉള്ളവരാണ്, പിന്നെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ
അവർ സഹായ മനസ്ഥിതി ഉള്ളവരുണ്ടെങ്കിൽ, ഫാമിലിയിലെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. പിന്നെ എനിക്കൊരു മെസ്സേജ് കിട്ടിയാണ് ടൂറിസം മേഖലയിൽ, അതിനെ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഒക്കെ മേഖലയിൽ സ്റ്റുഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യത എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും ടൂറിസം മേഖലയിൽ അത് ഹോട്ടലിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലും ഒക്കെ ഹോസ്പിറ്റാലിറ്റിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വേക്കൻസി ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ വേക്കൻസിയിൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിന് PSW ഉള്ളവരെയൊക്കെ എന്തുമാത്രം അവർ എടുക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. അതായത് ഇവിടുത്തെ ഇപ്പോൾ പുതിയൊരു ഇത് വന്നേക്കുന്നത്, അതായത് ഇമിഗ്രേഷനെതിരെയുള്ള ഒരു നീക്കമാണ് ഇവിടെ ഇപ്പം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രിട്ടനിലുള്ളവരെയും അതുപോലെ EU കൺട്രീസിലുള്ളവരെയും ആദ്യം പ്രിഫറൻസ് കൊടുക്കണം. അത് കഴിഞ്ഞ് മാത്രമേ വെളിയിൽ നിന്നുള്ളവർക്ക് കൊടുക്കാവുള്ളെന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ എംപ്ലോയേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടല്ലേ അവർ ബ്രിട്ടനിലാണ്, എന്നാലും അവർക്കൊരു പ്രിഫറൻസ് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് കിട്ടുമായിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ജോലി സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല കേട്ടോ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് വരുന്നവർ ഇവിടുത്തെ കുറേ വരുന്ന ഉടനെ ഇങ്ങനെ ഡ്രൈവിംഗ് ഒന്നും ചെയ്യാതെ എങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. കാരണം ഉടനെ വണ്ടിയൊക്കെ മേടിച്ച് ഡ്രൈവിങ്ങിലേക്കൊക്കെ പോകുന്നവർ ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. അതായത് ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ നിയമങ്ങളും സേഫ്റ്റി മെഷേഴ്സും ഡ്രൈവിങ്ങും ഇവിടുത്തെ എല്ലാം നാട്ടിലേക്കാളും ഒത്തിരി വ്യത്യാസമാണ്. നല്ല കർശനമായ നിയമങ്ങളാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് സ്പീഡ് ലിമിറ്റൊക്കെ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ വിൻ്ററിലൊക്കെ ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര റിസ്ക്കിയാണ്. ഇങ്ങനെയൊക്കെ അറിയാതെ അതിനെക്കുറിച്ചൊക്കെ നല്ല അവബോധമില്ലാതെ ഡ്രൈവിങ്ങിനൊക്കെ പോകുന്നവർ ഒത്തിരി പേര് ഇവിടെ അപകടത്തിലൊക്കെ പെടുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.